Hey, hello, welcome to Mystic Love Maya. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, 2025 മുന്നിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഫോളോ ത്രൂ വീഡിയോ കാണാം. നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മൾക്ക് വരുന്നത്, അത് എന്തുകൊണ്ട് വരുന്നു, ആൻഡ് അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മെസ്സേജസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ once again welcome to my channel. So നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 3 പൈൽസ് ഉണ്ട്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3. ഇതിനായിട്ട് ഞാൻ സ്റ്റോൺ ആണ് പ്ലേസ് ചെയ്തത്. ഫസ്റ്റ് യു ഹാവ് ദിസ് സ്റ്റോൺ, ഈ ഒരു ബ്ലൂ കളേർഡ് സ്റ്റോൺ. ദിസ് ഇസ് ഗ്രേയിഷ് ബ്ലൂ കളേർഡ് സ്റ്റോൺ. നെക്സ്റ്റ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഷെൽ, an orange shell, and you have ഒരു സ്റ്റോൺ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ 3 പൈൽസ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. യു ഹാവ് ദ ഗ്രേ സ്റ്റോൺ, യു ഹാവ് ദിസ് ഓറഞ്ച് ഷെൽ, ആൻഡ് യു ഹാവ് ദിസ് സ്റ്റോൺ. ഓക്കെ, ഈ 3 പൈൽസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൈൽ ചൂസ് ചെയ്യാം. ഓൾറെഡി ടൈം ലൈനിൽ ഒരു പൈലിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ആ ഒരു നമ്പർ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാം. നിങ്ങൾ പൈൽ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 3 പൈലിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ യു, വാട്ട് മെസ്സേജസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഐ ഹോപ്പ് നിങ്ങളൊരു പൈൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നോക്കാൻ പോകുന്നത് പൈൽ നമ്പർ 1. ഈ ഒരു ഗ്രേയിഷ് ബ്ലൂ കളേർഡ് സ്റ്റോൺ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് നിങ്ങൾക്ക് മുന്നിലോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. So first I see the Knight of Cups energy. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ പല ഫീലിങ്സും ഉണ്ടാവാം, ഫീലിങ്സ് ട്രാപ്ഡ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പല തോട്ട്സ് ഉണ്ട്, പല ആൾക്കാരുടെ അടുത്ത് പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ഹെൽപ്പ് വേണം. നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെപ്പ് അഹെഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. പക്ഷേ കറണ്ട് നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മടി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കാണുന്നു. സോ അത് ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. അത് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതും ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ പിടിച്ചു വെക്കുന്നത് നിങ്ങൾക്കൊരു തടസ്സമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അതൊരു എന്താ പറയുക, അത് അവിടെ സ്റ്റക്കായി നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഫർദർ മൂവ്മെൻറ്റ് കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ട്രബിൾസം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാതെ നിങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോകുക എന്നുള്ളൊരു സിറ്റുവേഷനിലാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസിനെ അതിനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്ന് തോന്നുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന സ്ഥലത്ത് നിങ്ങളത് ചോദിക്കുക എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സീ നൈറ്റ് ഓഫ് വാൻസ് എനർജി. നിങ്ങൾ പലരും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്പേസിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവാം. ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുക, ഇഷ്ടമല്ലാത്ത റിലേഷൻഷിപ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവുക. സോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ സ്പിരിറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതും ഹാപ്പിനെസ് തരുന്നതും ആയിട്ടുള്ളൊരു സ്ഥലത്തെ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കാനോ പറ്റുള്ളൂ. ഈ ഒരു തെറ്റായിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി തോട്ട് വന്നുകൊണ്ടിരിക്കും, ദിസ് ഇസ് നോട്ട് മൈ പ്ലേസ്, ഇതല്ല എൻ്റെ സ്ഥലം, ഇവിടെയല്ല എനിക്ക് നിൽക്കേണ്ടത്, എനിക്ക് എൻ്റെ ലൈഫിൽ വേണ്ടുന്നത് ഇതല്ല, എനിക്ക് വേറൊരു സ്ഥലത്താണ് പോകേണ്ടത് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ്ലി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് കാണുന്നു. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് ചിലപ്പോൾ
അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പോയിൻ്റ് ആയിട്ടിരിക്കാം എന്നുള്ളത് കാണുന്നു. സോ ദിസ് തിങ് ഇസ് അഗെയിൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്പേസിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിരിക്കാം. അത് നിങ്ങളെ ചിലപ്പം ഗ്രോത്തിൽ നിന്നും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സി 8 of Wands energy. Again it is something about communication. നിങ്ങൾ എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുക, ഇമെയിൽസ് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ട മാക്സിമം കൊടുക്കുക. യു ഗീവ് എ ക്വസ്റ്റ്യൻ, അതായത് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു സംഭവത്തിൽ മെസ്സേജ് കിട്ടുന്നില്ല, വൈ ഇതിന് ഇത്രയും ലാഗ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ ലാഗ് വരുന്നതിൻ്റെ റീസൺ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പുഷ് ചെയ്ത് ചോദിക്കാം. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾക്ക് ഒരു പുഷ് കിട്ടണം, എന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ എന്നുള്ളൊരു എനർജി ഉണ്ട്. അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന 2 months ടൈം പീരീഡിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഫെബ്രുവരി മന്തിൽ യു ക്യാൻ എക്സ്പെക്ട് ഗുഡ് മെസ്സേജസ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുള്ളൊരു ടൈം പീരീഡാണ് ഈ പറയുന്ന 8 weeks ടൈം പീരീഡ്, വിച്ച് ഇസ് 2 months. ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ സി മൂൺ കാർഡ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ പ്രോബ്ലം ഒരു സ്റ്റാഗ്നന്റ് ഫേസിലാവുന്നത് കൺഫ്യൂഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് എന്നെ ഇമ്പാക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ഇത് ശരിയാവുമോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ഒരു നെഗറ്റീവ് തോട്ടും നെഗറ്റീവ് ഐഡിയയും വരുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു വിത്ത് ദ മൂൺ കാർഡ്. സോ നെക്സ്റ്റ് തിങ്, നിങ്ങളുടെ സമയത്ത് എന്തെങ്കിലും ഒരു പുതിയ സ്റ്റാർട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും ശരിയാവില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റിയ സംഭവമല്ല, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ചിലപ്പം നിങ്ങളെ പല കാര്യങ്ങളിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതൊരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ദ വീൽഡ് കാർഡ്. നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി വരേണ്ട ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ എനർജി മാറി വരുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് ടെസ്റ്റിങ്ങിലൂടെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ വന്നിട്ടുള്ള സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു 10 മാസം ടൈം പീരീഡ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്കൊരു ക്ലൗഡഡ് സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. പലതും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു കാർമേഘമൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു മേഘം ഇപ്പോൾ നിൽക്കുന്ന സ്കൈയിൽ നിൽക്കുന്ന സമയത്തുള്ളൊരു സിറ്റുവേഷൻ പോലെ നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ ഈസിലി മൂവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയും നാവിഗേറ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത് ഇസ് എ ഹീരിയോഫാൻറ്റ് എനർജി. അത് സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഈ തരുന്ന ട്രസ്റ്റിങ്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഈ കഷ്ടപ്പാട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന തടസ്സങ്ങൾ എല്ലാം നിങ്ങളൊരു ടെസ്റ്റിംഗ് ഫേസ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കണമെന്നില്ല. അത് യൂണിവേഴ്സ് നേരത്തെ കൂട്ടി കണ്ട് നിങ്ങളൊരു ടെസ്റ്റിംഗ് ഫേസിലൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് തിങ് ഫോർ യു. നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ വിടണമാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിലേക്ക് വിടാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും. ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ ഉള്ള ഒറ്റൊരു കാര്യം ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് നിർത്തുക. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ കൂട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സായിട്ട് കമ്മ്യൂണിക്കേഷൻ കൂട്ടുന്നു. ദിസ് ഓൾസോ മീൻസ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക. നിങ്ങൾക്ക് 2025 വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റിംഗ് ജേർണലിംഗ് ഒക്കെ ചെയ്യാം. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബേസിക്കലി ഒരു കഥ എഴുതുന്ന പോലെ തന്നെ
അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു സമയത്തുള്ള ക്ലൈമറ്റ് ഇന്നായിരുന്നു, ആ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത സാധനത്തിൻ്റെ ടേസ്റ്റ് ഇതായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇതായിരുന്നു, അത്രയും സ്പെസിഫിക് ആയിട്ട് തന്നെ അത്രയും എന്താ പറയുക, ആ ഒരു മൊമെൻറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യില്ലേ, അതേ രീതിയിൽ ഒരു ലെറ്റർ എഴുതാണ് യൂണിവേഴ്സിൻ്റെ അടുത്ത്. ആ ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. ഓക്കെ, okay, next thing is, what is that spirit likes to tell you? സ്പിരിറ്റ് നിങ്ങളുടെ അടുത്ത് എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോരോ ചേഞ്ചസും അവർ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓൾഡ് വേർഷൻ, അതായത് നിങ്ങൾ ഇത്രയും നാൾ എന്തായിരുന്നോ അത് നിങ്ങൾ മാറി നിങ്ങളൊരു പുതിയ വേർഷൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ അൺനെസസറി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം തരാത്ത കാര്യങ്ങളെ നിങ്ങൾ ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു പാമ്പ് ഇപ്പം അതിൻ്റെ സ്കിൻ എങ്ങനെ ഷെഡ് ചെയ്യുമോ അതുപോലെ നിങ്ങളുടെ അൺനെസസറി ആയിട്ടുള്ള ലെയേഴ്സ് നിങ്ങൾ ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത ലെയേഴ്സ് നിങ്ങൾ ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ ഓൾഡ് സൈക്കിൾസ് എൻഡ് ചെയ്ത് ന്യൂ സൈക്കിൾസ് സ്റ്റാർട്ട് ആവുകയാണ് എന്നുള്ളത് കാണുന്നു. So you can trust this energy. Next is new beginnings are on the horizon. അതായത് നിങ്ങൾക്ക് ഓൾഡ് സൈക്കിൾ എൻഡ് ചെയ്ത് ഒരു ന്യൂ സൈക്കിൾ ബിഗെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ന്യൂ ജോബ് അല്ലെങ്കിൽ ന്യൂ കരിയർ, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. ആൻഡ് യു ഡിസേർവ് ദിസ് ന്യൂ ചാപ്റ്റർ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ചാപ്റ്റർ ആണ് വരുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് തിങ് ഇസ് ട്രസ്റ്റ് യുവർ സെൽഫ് മോർ. നിങ്ങൾ തന്നെ കുറച്ച് കൂടുതൽ ട്രസ്റ്റ് ചെയ്യണം. നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് എല്ലാം മാറ്റിക്കളയുക. ട്രസ്റ്റ് യുവർ സെൽഫ് മോർ. നിങ്ങളെ തന്നെ കൂടുതലും ട്രസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ റൈറ്റ് പ്ലേസിലാണ്. സോ ഇപ്പം നിങ്ങൾക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ടൈമാണ്. സോ നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ നമ്മൾക്ക് എല്ലാം കിട്ടണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. ബിക്കോസ് ഡിവൈൻ ടൈമിങ്ങും നമ്മളുടെ ടൈമിങ്ങും വിൽ ബി ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ഡിവൈൻ ടൈമിംഗ് വരുന്നുണ്ട്. ആൻഡ് ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട് ദ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ ആലോചിച്ച് എക്സൈറ്റഡ് ആയിട്ടിരിക്കൂ. പകരം എന്താവും ഇനി എന്നുള്ളത് ആലോചിച്ച് വെറി ചെയ്യുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ അത് വിഷമിച്ച് അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്നതിനെക്കാട്ടിലും എൻ്റെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങളും പുതിയ എക്സ്പെരിമെൻറ്റ്സും പുതിയതായിട്ടുള്ള ന്യൂ ബിഗിനിങ്സും അട്രാക്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് വിചാരിച്ച് ഇരിക്കുക. Okay, next I see solitude. Think of being alone as meaning. You are all one, total harmony in everything. Okay, നിങ്ങൾക്ക് കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് നാൾ ഒരു സോളിറ്റ്യൂഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇരുന്ന് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതും നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഇൻട്രോസ്പെക്ഷൻ ചെയ്യുക. നമ്മളുടെ ഉള്ളിൽ തന്നെ പോയി നമ്മളുടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് കണ്ടെത്തുക എന്നുള്ളൊരു സമയത്തിലേക്ക് നിങ്ങൾ പോകേണ്ട ഒരു ടൈം പീരീഡ് ആണ് എന്നുള്ളത് കാണുന്നു. അത് ഈ ഒരു വിൻ്റർ ടൈം പീരീഡ് അതിനുവേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. ബിക്കോസ് സമ്മർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ചെറിഷിങ് എനർജിയിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സീ സെലിബ്രേഷൻ. നിങ്ങളൊരു സോൾമേറ്റിനെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിനെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെലിബ്രേഷനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഡാൻസ് ചെയ്യാൻ, ഒരുപാട് ഹാപ്പി ആവാൻ, ഒരുപാട് ചിരിച്ച് കളിച്ചൊക്കെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് ഇൻവിറ്റേഷൻ എന്നുള്ളൊരു മെസ്സേജ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടുക. സോ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്ങിലേക്കൊരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പോർട്ടൽ ഇസ് ഓപ്പണിംഗ് അപ്പ്. അത് വിശ്വസിച്ച് നിങ്ങൾക്ക് മുന്നിലോട്ടേക്ക് പോകാം എന്നുള്ളത് കാണുന്നു. സോ യു ക്യാൻ ട്രസ്റ്റ് ഓൺ ദിസ് എനർജി ആൻഡ് മൂവ് ഫോർവേഡ്. ഈ പറയുന്ന എനർജീസ് ട്രസ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോവുക. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വർക്ക് ഓൺ ഇറ്റ്. ആൻഡ് 2025 നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ എനർജി എന്നെ കൊണ്ടുവരട്ടെ എന്നുള്ളത് വിഷ് ചെയ്യുന്നു.
താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ നിങ്ങൾക്ക് മെസ്സേജസിനുള്ള റിപ്ലൈ കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അത് മാറ്റാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇവിടെ ഓരോരോ പൈൽസിൻ്റെ അകത്തും ഇപ്പോൾ ഈ ഒരു പൈലിൽ എനിക്ക് കമ്മ്യൂണിക്കേഷനിൽ എറർ തോന്നുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഫേസസ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. സോ അത് റിമൂവ് ചെയ്യാനുള്ള വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ അത് ഒരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തരും. സോ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് നോക്കാം. സോ ഈ ഒരു ഓറഞ്ച് ഷെൽ ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന തടസ്സം നമ്പർ 1, 2 ഓഫ് സോർഡ്സ് എനർജി, ഡിസിഷൻ മേക്കിംഗ്. നിങ്ങളുടെ മുന്നിൽ പല ഓപ്പർച്യൂണിറ്റീസിൻ്റെയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടാവാം. പക്ഷേ ഇതിലേതാണ് എനിക്ക് നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആവുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ചോയ്സ് ഏതായിരിക്കും എനിക്ക് പെർഫെക്റ്റ് ആവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ബ്ലൈൻഡഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ടൈമും ഈ ജോബും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യവും ഈ കാര്യം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറേ കൺസ്ട്രെയിൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു വിത്ത് 2 ഓഫ് വാണ്ട്സ് എനർജി. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് 3 ഓഫ് വാണ്ട്സ് എനർജി. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ജോബ്, ഇറ്റ് ഈസ് അബൌട്ട് ദ ലൊക്കേഷൻ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ലൊക്കേഷൻ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്നും വേറൊരു ഡിസ്റ്റൻറ്റ് നാട്ടിൽ പോയി ജോലി ചെയ്യേണ്ട ആളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുമ്പം ചില ആൾക്കാരുടെ അല്ലെങ്കിൽ ചില കൊളീഗ്സിൻ്റെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഒരു ബാഡ് വൈബ് തരുന്നുണ്ടാവാം. അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, സ്ട്രെസ്ഫുൾ ആവുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ടോക്സിക് ആയിട്ടുള്ള കൊളീഗ്സ് ഉണ്ടാവില്ല. യെസ്, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ ഭയങ്കര നെഗറ്റീവ്ലി തള്ളിവിടുന്ന രീതിയിലുള്ള കൊളീഗ്സും ടോക്സിക് സിറ്റുവേഷനും ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവിടെ സർവൈവ് ചെയ്യാൻ ഈസി ആയിരിക്കില്ല. നമ്മൾ എത്രത്തോളം നമ്മൾ നെഗറ്റീവ് എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാലും ഇറ്റ് ഈസ് ദ പീപ്പിൾ ദാറ്റ് യു ഹാവ് ടു മിങ്കിൾ, അല്ലേ? നമ്മൾ എന്തായാലും നമ്മൾ കൊളീഗ്സുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യേണ്ടിയും മുന്നോട്ടേക്ക് പോകേണ്ടിയും വരും. പക്ഷേ അതൊരളവിനപ്പുറം ടോക്സിക് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ ചിലപ്പോൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജോബിനെ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെടാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് തടസ്സമെങ്കിലും ഈ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം മാറ്റം നിങ്ങൾക്ക് ചിലപ്പം ഹൈ ലൈക്ലി ആവാം എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സി ഹൈ പ്രീസ്റ്റസ് എനർജി. സോ ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് കാണുന്നു. സ്പിരിച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ടാകും. പക്ഷെ അതൊന്നും എടുക്കാതെ നിങ്ങൾ വേറെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. സോ ഇറ്റ് ഈസ് ലൈക്ക് നോട്ട് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു സ്പിരിച്വാലിറ്റി. നെക്സ്റ്റ് തിങ് ഈസ് നിങ്ങൾ മൂൺ ഗൈഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ആൻഡ് നിങ്ങൾ മൂണുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അതിനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് മൂണിൻ്റെ ഫേസസുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടാവാം. അതായത് നിങ്ങളുടെ ഈ ഒരു 14 ഡേ, അതായത് മൂൺ വലുതാവുന്ന ഒരു സമയം വരെ 14 ഡേ നിങ്ങൾക്ക് നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മൂൺ ചെറുതാവുന്ന സമയത്തേക്ക് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോവുക. അതായത് നിങ്ങൾക്കൊരു 15 ഡേയ്സേ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി 15 ഡേയ്സിലേക്ക് റിയലി ഒരു ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുക.
അത് ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു ഫുൾ മൂൺ ഡേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണ് മെഡിറ്റേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ ആ ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സീ ദ സൺ കാർഡ്. നിങ്ങൾക്ക് സക്സസ് ഉള്ളൊരു വ്യക്തി ആണ് നിങ്ങൾ. അപ്പം ഈ ഒരു സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റ് ഈസ് പ്യുവർ ഹാർഡ് വർക്ക് എന്നുള്ളത് കാണുന്നു. അതിൻ്റെ അകത്ത് നിങ്ങളുടെ എനർജീസും ഈക്വലി അലൈൻ ചെയ്യണം, വിച്ച് മീൻസ് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ ബവൽ മൂമെൻറ്റ്സും നമ്മളുടെ മൂഡും നല്ല രീതിയിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ബവൽ മൂമെൻറ്റ് നല്ല ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൂഡ് ഭയങ്കര സ്ലോ അല്ലെങ്കിൽ ഭയങ്കര ലോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ ദിസ് കെയിം ഔട്ട് സഡൻലി. പക്ഷെ അങ്ങനെ ഒരു ഹെൽത്ത് വൈസ് ഉള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ മൂഡ് സ്വിങ്സും എന്തൊക്കെയോ ഹെൽത്തും റിലേറ്റഡ് ആണ് എന്നുള്ളത് കാണുന്നു. എന്തൊക്കെയോ ഇൻ്റർടാങ്കിൾഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. മേ ബി യുവർ ഹെൽത്ത് വൈസും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, വിച്ച് ഈസ് അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നതും അത് കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും അത് കാരണം ഒരുപാട് നിങ്ങൾക്ക് ലോസസ് ഉണ്ടാവാനുമുള്ള ചാൻസസ്, അല്ലെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുന്ന ചാൻസസ്. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ് ഐ സീ നൈറ്റ് ഓഫ് വാൺസ് എനർജി. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ മനസ്സിലുള്ള ഐഡിയ, ക്രിയേറ്റിവിറ്റി, ആർട്ടിസ്റ്റിക് തിങ്സ്, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഇതിനകത്ത് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഹീലിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ നിങ്ങളുടെ ഈ ഒരു പവർ അല്ലെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു മൂവ്മെൻ്റ് ഇല്ല. അതായത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർ പറഞ്ഞു തരുന്ന ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നണം, അതായത് ദിസ് ഈസ് വാട്ട് ഐ ആം സപ്പോസ് ടു ഡു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ അതിനകത്തൊരു മൂവ്മെൻ്റ് ഉള്ളൂ. ആൻഡ് ഐ സീ 10 of Wands എനർജി. നിങ്ങൾ പലരും ഓവർ ബേർഡൻഡ് ആയിട്ട് നിൽക്കുക. അത് നിങ്ങളെ ഹാപ്പി ആക്കാതിരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാനും നിങ്ങൾ ഹാപ്പി അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ചിലപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാം, നിങ്ങൾക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ. ചിലപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ബേർഡൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവറായിട്ട് നിങ്ങൾക്ക് പണി തന്ന അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങളിവിടെ വർക്ക്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും എക്സ്റ്റേണലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. ആ ഒരു സംഭവം നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് എനിക്ക് തരാനുള്ള ഗൈഡൻസ് നിങ്ങളുടെ ഹെൽത്ത്, നെക്സ്റ്റ് ഇസ് മൂണുമായിട്ടുള്ള കണക്ഷൻ, മെഡിറ്റേഷൻ ആൻഡ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്ക്രിപ്റ്റിംഗ്, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാത്തിരിക്കുന്നത്, നിങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം ഇൻ 1 sentence നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട്, നോട്ട് ആസ് മെസ്സേജ്, സോറി, നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ റിപ്ലൈ ആയിട്ട് തരാം. സോ യു ക്യാൻ കമൻറ്റ് ദാറ്റ്. നെക്സ്റ്റ് ഐ സീ പ്രൊട്ടക്റ്റ് യുവർ ഡ്രീംസ്. നിങ്ങൾ പലരും നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒന്നും ചിന്തിക്കാതെ വേറെ ആൾക്കാരുടെ മുന്നേ എക്സ്പോസ് ചെയ്ത് പറയുന്നുണ്ടാവാം. പക്ഷേ അത് നിങ്ങളുടെ പ്രഷ്യസ് ഡ്രീംസ് ഒരു 3 months ടൈം പീരീഡ് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവുന്നതിൻ്റെ മുന്നേ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് ഒരുപാട് ഇവിൽ ആയും ഒരുപാട് നെഗറ്റിവിറ്റിയും അട്രാക്റ്റ് ചെയ്യുകയും അത് നടക്കാതാവാനും ഉള്ള ചാൻസസ് ഉണ്ട്. സോ പ്രൊട്ടക്റ്റ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൻഡ് ഐ സീ ട്രാൻസ്ഫോർമേഷൻ. 2025 ഇയറിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് വൈസുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പടി മേലെയാണ് നിങ്ങൾക്ക് ആവേണ്ടത്. നിങ്ങൾക്ക് ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് തിങ്ക് ദാറ്റ് ഐ എം ഹെൽത്തി. അതായത് ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു രോഗി എന്നുള്ളൊരു സെറ്റപ്പിൽ നിൽക്കില്ല. അതായത് ഇറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് നമ്മൾ
എപ്പോഴും ഇങ്ങനെ എനിക്ക് വയ്യ, എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, ഇവിടെ വേദന, അത് വേദന, നമുക്ക് വേദന ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് നമ്മൾ എല്ലാവരുടെ അടുത്ത് അത് പറയണം. ഓക്കെ, ഈച്ച് ടൈം വി സ്പീക്ക് അത് നമ്മളുടെ ബോഡി വീണ്ടും കേൾക്കുകയാണ്. ആൻഡ് ബോഡി ഈസ് ലൈക്ക് ഓക്കെ എനിക്ക് വയ്യ അല്ലേ, എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ അയക്കാം. സോ ഈ ഒരു സംഭവം നമ്മളെ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് തിങ്ങിലേക്ക് കൊണ്ടുപോകും. അതായത് വീണ്ടും വീണ്ടും നമ്മൾ രോഗിയാവാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും എന്നുള്ളതാണ് കാര്യം. ഇത് ബേസിക്കലി നമ്മുടെ വീട്ടിൽ അമ്മൂമ്മമാർ ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ എനിക്ക് അമ്മൂമ്മയുണ്ട്. സോ അമ്മൂമ്മ ഇങ്ങനെ പറയുമ്പോൾ ഐ യൂസ് ടു ടെൽ ഹെർ, ഇഫ് യു വാണ്ട് ടു ഫീൽ യു ആർ ഹെൽത്തി യു ഷുഡ് സ്റ്റോപ്പ് സെയിങ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞു, നമ്മളത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതാണ് ഇതാണ് അതാണ് ഇതാണെന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ ട്രബിൾ. അത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇഫ് യു നീഡ് തിങ് ഈസ് അബൌട്ട് ദ ഏഞ്ചൽ മെസ്സേജസ്, സ്പിരിറ്റ് മെസ്സേജസ് എന്താണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പിരിറ്റ് മെസ്സേജസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദ സ്പിരിറ്റ് മെസ്സേജസ് ആർ മേക്ക് ഷുവർ യു ഡോണ്ട് സ്റ്റാർട്ട് സീയിങ് യുവർ സെൽഫ് ത്രൂ ദ ഐസ് ഓഫ് ഹൂ ഡോണ്ട് വാല്യൂ യു. അതായത് ബാക്കിയുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതോ, അല്ലെങ്കിൽ നിങ്ങൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിച്ച് ഇരിക്കുക, അല്ലെങ്കിൽ അത് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ജഡ്ജ് ചെയ്യുക, മാറ്റി വയ്ക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലമായിട്ട് വരും പിന്നെ മുന്നിലോട്ടേക്ക് പോകുമ്പോഴത്തേക്കും. സോ അത് സ്റ്റോപ്പ് ചെയ്യുക, ഒരു തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് തിങ് ഈസ് നിങ്ങളുടെ വർത്ത് അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈവൻ പീപ്പിൾ ഹു ആർ ലീവിങ് വിത്ത് യു അവർക്ക് കൂടെ നിങ്ങളുടെ വർത്ത് മനസ്സിലാവണം എന്നുള്ള നിർബന്ധമില്ല. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ കേപ്പബിലിറ്റീസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇസ് വെരി മച്ച് മോർ ദാൻ വാട്ട് യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ട്രസ്റ്റ് വെച്ചിട്ട് മുന്നിലോട്ടേക്ക് പോവുക. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മേലെ വന്നിട്ടുള്ള കർവ് ബോൾസിനെയൊക്കെ ഈസിലി നാവിഗേറ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആത്മവിശ്വാസം അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും മുന്നിലോട്ടേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഇൻസ്പിറേഷൻ തന്നെ മതി നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങൾ അത് തരണം ചെയ്ത് ഇവിടെ എത്തിയല്ലോ, ഓക്കെ അങ്ങനെ ഞാൻ ചെയ്തല്ലോ, അത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ് ഇനിയും നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിക്കാനും. ഓക്കെ, സോ കീപ് ഷൈനിങ് എന്നുള്ളത് നമ്മളുടെ സ്പിരിറ്റ്സ് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ കീപ് ഷൈനിങ്. ആൻഡ് നിങ്ങൾ ഓരോരോ മുന്നിലോട്ടേക്ക് പോകുന്ന നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ പറ്റിയും നാളെ ആലോചിച്ച് നിങ്ങളെ തന്നെ ആലോചിച്ച് നിങ്ങൾ പ്രൗഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോവുക. സോ ആസ് ഐ സൈഡ്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഫേസ് എന്താണ്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ള ഒരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട്, വലിയ കഥയായിട്ട് എഴുതാനല്ല, ഒരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് വേർഡ്, അതായത് എലിവേറ്റ് ചെയ്യാൻ, അത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഞാൻ ആ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. സോ ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് തിങ്, നമുക്ക് പൈൽ നമ്പർ 3 ഈ ഒരു സ്റ്റോൺ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് മെസ്സേജസ് ആൻഡ് അതെന്താണ് നിങ്ങൾക്കുള്ള തടസ്സം എന്നുള്ളത് നോക്കാം. ഐ സീ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. മണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മണി നിങ്ങൾ കൊടുത്തത് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല, ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കാണുന്നു. സോ നിങ്ങളുടെ ബുദ്ധിമുട്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് മണിയാണ്, അല്ലെങ്കിൽ ഈ പെൻറ്റക്കിൾസിൻ്റെ സ്ഥലം എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സീ ദ ഹാങ്ഡ് മാൻ എനർജി. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു സ്ഥലത്ത് നിങ്ങൾ കംഫോർട്ടബിൾ അല്ലാതിരിക്കുക, അത് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക്
നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ നടന്നു പോകുന്നത്. പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ആൻഡ് ലൈഫ് ഇങ്ങനെയാണോ ശരിക്കും ലൈഫ് ഉണ്ടാവേണ്ടത് എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ വല്ലപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പേജ് ഓഫ് കപ്സ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഇതേ ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ, ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ആൻഡ് ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുക. അതൊരു ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ടേക്ക് പോവാതെയും അവിടെ ഇവിടെ ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ എം സീയിങ് ഏസ് ഓഫ് കപ്സ് എനർജി. നിങ്ങൾക്ക് പലർക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ ഉള്ള കാര്യത്തിൽ ഈസിലി കാര്യങ്ങൾ മാറ്റാൻ പറ്റും, ഈസിലി ഇതിൻ്റെ അകത്ത് ചേഞ്ചസ് വരാൻ പറ്റും എന്നുള്ളത് കാണുന്നു. അതിൻ്റെ അകത്തൊരു ഫ്ലോ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കാണുന്നു. എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പീസ്ഫുൾ റെസൊല്യൂഷൻസ് എടുക്കുക. ഇതിൻ്റെ അകത്ത് പീസ് തരുന്ന അല്ല സമാധാനം തരുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മാറുക. അതായത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രശ്നം വരുന്നതിൻ്റെ റീസൺ കണ്ടെത്തി ആ ഒരു സാധനത്തിൻ്റെ അകത്ത് പീസ്ഫുൾ റെസൊല്യൂഷൻസ്, ഓക്കെ, സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഓക്കെ, അത് രണ്ട് സൈഡിൽ നിന്നും വേണം. രണ്ട് സൈഡിൽ നിന്നും രണ്ടാൾക്കാരും കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈസിലി ഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എനിക്കറിയില്ല നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ നെയിം ഇസ് ഇറ്റ്, അതിനകത്ത് ലെറ്റേഴ്സ് ലൈക്ക് എ, ലൈറ്റ് സി, ലൈറ്റ് ഇ, ലൈക്ക് എം വെച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, എ വെച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, എസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, പി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഐ ഡോണ്ട് നോ. ദിസ് ലെറ്റേഴ്സ് ആർ പോപ്പിംഗ് ഔട്ട്. അറിയില്ല. സോ ഇത് വെച്ചിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ, ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസുമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഏസ് ഇസ് ഓൾവേസ് അബൌട്ട് ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും റെസൊല്യൂഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ആവുക എന്നുള്ളൊരു എനർജി എനിക്ക് കാണാൻ പറ്റുന്നു. 10 ഓഫ് കപ്സ് എനർജി. റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെ കൺസിഡർ ചെയ്യണം. റാദർ ദാൻ യുവർ മണി റിലേറ്റഡ് പ്രോബ്ലംസ്, ആ പ്രോബ്ലം റിസോൾവ് ആവുന്നതിന് മുന്നേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ റിസോൾവ് ആവും. അതിനകത്തൊരു ബാലൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ന്യൂ എനർജി, അല്ലെങ്കിൽ നിങ്ങൾ പഴയ എനർജി കംപ്ലീറ്റ്ലി മാറി ന്യൂ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. സോ അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ബട്ട് പെൻറ്റക്കിൾസിൻ്റെ കാര്യത്തിൽ അതായത് മണിയുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള ബ്ലോക്കേജ് മാറണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവണം എന്നുള്ളത് കാണുന്നു. സോ ഈ പറയുന്ന ഒരു എനർജി ഒരു 7 months വരെ എടുക്കാം നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത് കാണുന്നുണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് ആയിട്ടായിരിക്കും ചിലപ്പം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കണക്ഷനൊക്കെ തോന്നുന്നത്. അതായത് വാട്ട് ഐ ആം സപ്പോസ് ടു ഡു, എൻ്റെ ലൈഫിൽ ഞാൻ കൊടുക്കേണ്ട പർപ്പസ് എന്താണ്, ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യേണ്ടത്, എൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാനും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പർപ്പസ് കിട്ടാനുമുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു സ്പിരിച്വൽ ടൈം കംപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ശരിയാവും. ആ ടൈം സെയിങ് ഇസ് ഈ ഫിനാൻഷ്യലി ഉള്ള സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻസ് മാറാനും നിങ്ങൾക്ക് കിട്ടാനുള്ള മണി തിരിച്ച് കിട്ടാനുമുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ സീ വിഷ് വൈസ്ലി. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അത് അതിനനുസരിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങൾ. അതായത് നിങ്ങളൊരു റോങ് തിങ് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ റോങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാട്ടിലും നിങ്ങൾക്ക് എന്താണോ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്തായാലും ട്രൈ ചെയ്യുക. പക്ഷേ അത് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ഏറ്റവും സ്പെസിഫിക് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് തിങ് ഇസ് മോട്ടിവേഷൻ. നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്കൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കാട്ടിലും മോട്ടിവേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ബട്ട് യു ആർ നോട്ട് റിസീവിങ് ഇറ്റ് എന്നുള്ളൊരു എനർജി ഉണ്ടാവാം. സോ ആ ഒരു മോട്ടിവേഷൻ കിട്ടേണ്ട ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ചെരിയുക.
ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പം ഒരു വീഡിയോ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ടായിരിക്കും, നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ഏതെങ്കിലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സജഷനായിട്ട് കിട്ടാനും അതിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നിലോട്ടേക്ക് വരാനും പറ്റും എന്നുള്ളതും കൂടെ ഇവിടെ കാണുന്നു. ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ അതർ തിങ്. ഓക്കെ, നിങ്ങൾ കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾ ലൈഫിൽ എപ്പോഴും കുറച്ച് സമയം സൈലൻസിലിരിക്കാൻ ശ്രമിക്കുക. അതായത് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ലാത്ത കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആ ഒരു സമയത്ത് കിട്ടുമെന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ സ്പിരിറ്റ്, അതായത് നിങ്ങളുടെ കൂടെയുള്ള സ്പിരിറ്റ്സ്, അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആനിമൽ സ്പിരിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിലിമിലുള്ള സ്പിരിറ്റ്സ് ആയിരിക്കാം. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്പേസിൽ നിങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കാണുന്നു. ഈ പറയുന്ന നെഗറ്റീവ് ഇമോഷൻസിൽ നിങ്ങൾ സ്റ്റക്കാതിരിക്കുക. അതായത് ആങ്കർ ഉണ്ടാവാം, സാഡ്നെസ് ഉണ്ടാവാം, അതൊക്കെ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ്, നമ്മളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഗ്രഡ്ജസ്, ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണ്. ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളെ ഫസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കരുത്. അത് മാത്രമാണ് നമ്മളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ വരാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കരുത്. വാട്ട് എവർ യു എമോഷൻ യു ആർ ഫീലിംഗ്, അതിനെ ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ആംഗ്രി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ, ഐ ഫീൽ ലൈക്ക് ദാറ്റ്, അതിനെ നമ്മൾ ഫീൽ ചെയ്യാതെ അതിനെ വെറുതെ വിട്ട് കളയുന്നതിന് പകരം ലെറ്റ് യു ഫീൽ ദാറ്റ്, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക, ആൻഡ് ദെൻ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അതായത് അത് നെക്സ്റ്റ് മൊമെൻറ്റിലേക്ക് അതിനെ ക്യാരി ഓവർ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ ഫൈറ്റിങ്സിനെ കൂടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടും, അതായത് നിങ്ങളുടെ ഫീലിങ്ങിനെ, നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന തരുന്ന ഫീലിങ്സിനെ കൂടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിന് നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളത് കാണുന്നു. ആൻഡ് നിങ്ങൾക്ക് ഹീലിംഗ് സെഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഹീലിംഗ് സെഷൻസ് എടുക്കുക. അതായത് നിങ്ങൾക്ക് റേക്കി ഹീലിംഗ്, അങ്ങനെയുള്ള ഹീലിംഗ് സെഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ഗോ ഫോർ സ്പിരിച്വൽ ഹീലിംഗ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മെൻ്റലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് നോർമൽ ഹീലിംഗ് സെഷൻസ്, അതായത് ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പക്കായിട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് കാണുന്നു. ആൻഡ് യു നീഡ് എ ലോട്ട് ഓഫ് ഹീലിംഗ് എന്നുള്ളത് കാണുന്നു. അത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അബണ്ടൻസ് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഇമോഷണൽ സ്ട്രഗിൾസാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ആ ഒരു ഇമോഷണൽ സ്ട്രഗിൾസിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആസ് ഐ സെഡ്, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് നിങ്ങളൊരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഫ് പോസിബിൾ അതിനുള്ള ഒരു സ്വിച്ച് വേർഡോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി അഫർമേഷനോ ഞാൻ നിങ്ങൾക്ക് ഒരു ആൻസർ, ഒരു റിപ്ലൈ ആയിട്ട് അവിടെ തരാം. സോ യു ക്യാൻ പ്രാക്ടീസ് ദാറ്റ്. എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വെച്ചാൽ ഈച്ച് തിങ്സ് വിൽ ബി ഡിഫറെൻറ്റ്. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി എല്ലാം നമ്മളൊരു 10 to 15 മിനിറ്റ്സ് അത് നമുക്ക് ചാൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചാൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. സോ ദാറ്റ് എവ്രി വൺ ക്യാൻ ഡു. എല്ലാ ദിവസവും അതൊന്ന് ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചേഞ്ചസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ യു ക്യാൻ ട്രൈ ദാറ്റ് ടു. So thank you so much for watching this video. The vision board making sessions ഇപ്പോഴും ഓൺ ആയിട്ട് തന്നെ ഉണ്ട്. സോ ടിൽ ഡിസംബർ എൻഡ് വരെ അത് നടക്കുന്നുണ്ടാവും. ആൻഡ് ജാനുവരി മന്ത് കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ജാനുവരിയിലും കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് എല്ലാ സൺഡേസുമാണ് നടക്കുന്നത്. സോ ഇഫ് യു വോണ്ട് ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ, ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി. ഈ പറഞ്ഞ കാര്യങ്ങളും ഈ തടസ്സങ്ങളും ഒക്കെ നിങ്ങൾക്ക് മാറട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.